അന്തരീക്ഷ മലിനീകരണം കാരണം ശ്വാസം മുട്ടുന്ന രാജ്യ തലസ്ഥാനത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള നിയന്ത്രണമാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ ദില്ലിയിൽ 10 വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷത്തിലധികം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം നൽകരുത് എന്നതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ നിയമത്തെ മറയാക്കി പഴയ വാഹനങ്ങൾ വെറും തുച്ഛമായ വിലയ്ക്ക് നൽകുന്നു എന്ന വ്യാജ പ്രചരണം പലരും നടത്തുന്നുണ്ട്. ഇവിടെ വാഹനങ്ങൾ ആരും വെറുതെ കൊടുക്കുന്നില്ല. അത്തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ യാതൊരു സത്യവുമില്ല. പുതിയ നിയമം മറയാക്കി വണ്ടി തീരെ വിലയില്ലാതെ കിട്ടും എന്നത് തട്ടിപ്പാണ്. വിലക്കുറവ് എന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്നത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണെന്ന് ഓർമ്മിക്കുക. ഇത് ഒരു യാത്രയുടെയും റിയൽ ലൈഫ് എക്സ്പീരിയൻസിൻ്റെയും അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഫോർച്യൂണർ കുറഞ്ഞ വിലയിൽ എന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും കാണുന്ന ഒരു ഹൈപ്പായി മാറിയിരിക്കുകയാണ്. 4 ലക്ഷത്തിന് ഒരു ഫോർച്യൂണർ കിട്ടുക അസാധ്യമാണ്. 2014 ഫോർച്യൂണർ 4 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ലഭിക്കും. കാരണം അത് സ്ക്രാപ്പ് ലിസ്റ്റിൽ പെട്ടതാണ്. അതിന് NOC ലഭിക്കില്ല. വിലക്കുറവ് പറഞ്ഞ് ആരെയും നിങ്ങൾ കബളിപ്പിക്കരുത്. വാഹനങ്ങൾക്ക് യഥാർത്ഥ മാർക്കറ്റ് വാല്യൂ തന്നെയുണ്ട്. ഒരു ക്ലിക്ക് കിട്ടാനായി വീഡിയോ പടച്ചിട്ട് ആളുകളെ കബളിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. കഴിവില്ലാത്തവരെ വഴിതെറ്റിക്കരുത്. പണമില്ലാത്തവർക്ക് ഇതൊരു പ്രതീക്ഷയാകില്ലേ? വീണ്ടും കാണാം മറ്റൊരു സത്യാവിഷ്കാര യാത്രയുമായി. ഇന്നത്തേക്ക് പാതി വഴിയിൽ നിന്നും സൈനിങ് ഓഫ് ഹസീന അബ്ദുൽ മജീദ്.